ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അങ്ങനെ തിയേറ്ററുകളെ ഉജ്ജ്വലമാക്കി മുന്നേറുമ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരാണ് അയാൾ? ക്യൂട്ട്നെസ്സും അതുപോലെ തന്നെ വില്ലന്റെ എല്ലാ മാനറിസവും ഒത്തുചേർന്നിട്ടുള്ള ഒരു ചുള്ളൻ വില്ലൻ. അതിനുള്ള ഒരു ഉത്തരമായാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. എൻ്റെ മുന്നിലുള്ളത് പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. സ്വാഗതം മാത്യു പുതുക്കാടൻ. ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്: എവിടേക്കോ കണ്ടു പരിചയമുള്ള മുഖം, പക്ഷേ മലയാള സിനിമയിൽ ആദ്യം ഇത്ര നാളും എവിടെയായിരുന്നു? ചേച്ചി ബോംബെയിലായിരുന്നു. ബോംബെയിലെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കോള് വരണേ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോൾ ആദ്യത്തെ മലയാള സിനിമ വളരെയധികം സന്തോഷമുണ്ട് മലയാളത്തിൽ അഭിനയിക്കാൻ പറ്റിയതിൽ. കാരണം ചെറുപ്പം മുതൽ ആഗ്രഹമായിരുന്നു സിനിമയിൽ കയറണം, മലയാള സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫിലിം കിട്ടി, സക്സസ്ഫുള്ളായി. അപ്പോൾ ഹാപ്പി. ആദ്യത്തെ സിനിമ മലയാള സിനിമ തന്നെ സക്സസ്ഫുൾ ആയി. പിന്നെ ഇതിന് തൊട്ട് മുന്നേ ഹോളിവുഡിലും ചില കണക്ഷൻസും ഒക്കെ ഉണ്ടല്ലേ? എന്തായിരുന്നു ആ കണക്ഷൻസ്? ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ബെബിൻക എന്ന സിനിമയുടെ പേര്. ഈ സച്ചിൻ കുണ്ടൽക്കറാണ് സിനിമയുടെ സംവിധായകൻ. പുള്ളിയാണ് മറ്റേ അയ്യ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ പൃഥ്വിരാജ് സർ അഭിനയിച്ച ആ സിനിമയിൽ സംവിധായകൻ റാണി മുഖർജിയുള്ള. അതെ. അപ്പോൾ ആ സിനിമ ഇതുവരെ റിലീസായിട്ടില്ല, ഫെസ്റ്റിവൽ സിനിമയാണ്. അപ്പോൾ ഫെസ്റ്റിവൽസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ആ പടം തിയേറ്ററിൽ റിലീസാവും. പിന്നെ ഒരു വെബ് സീരീസും ചെയ്തിട്ടുണ്ട്, അതും ഹിന്ദിയിലാണ്. നാം നമക് നിഷാൻ എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. ആമസോൺ മിനി ടി-വിയിലാണ് എയർ ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ട്. പിന്നെ കുറച്ച് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്യുവിനെ ഞാൻ നേരിട്ട് കാണുമ്പം ആദ്യം വന്നപ്പം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാൾ, നമ്മൾ ഇന്ദ്രൻ സേട്ടൻ്റെ എക്സ്പ്രഷനൊക്കെ ഇടുന്ന പോലെ അയ്യോടാ എന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ തോന്നും. ഈ ക്യാരക്ടറും അങ്ങനെയാണ്. ജോമോൻ എന്നൊരു ക്യാരക്ടറാണ്, ആ മുഖത്തിന് ഒത്തുചേർന്ന ക്യാരക്ടർ. പക്ഷേ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്കൊക്കെ വരുമ്പോൾ കയ്യിലിരിപ്പ് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വില്ലനിലേക്കൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? സോ ബേസിക്കലി ഇന്ദ്രനീൽ ഈ പടത്തിൻ്റെ സംവിധായകനാണ്. അപ്പോൾ അവൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവൻ ആദ്യം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സൈക്കോ പരിപാടിയാണ്, സീരിയൽ കില്ലറാണ്, അപ്പോൾ നീ ആരും ഇതിലോട്ട് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ റെഫറൻസസ് അവൻ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. OCD എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് ഈ ജോമോൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനുള്ളത്. OCDയും ലൈക്കൻത്രോപ്പിയും. അപ്പോൾ ലൈക്കൻത്രോപ്പി എന്ന് വെച്ചാൽ വേറൊരാൾ പോലെ ആവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു ഒബ്സസീവ്നെസ് പുള്ളിക്കുണ്ട്. പിന്നെ OCD ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പോക്കറ്റ് ഷർട്ട് ഇടില്ല, 2 പോക്കറ്റുള്ള ഷർട്ട് ഇടും. കയ്യിലൊരു ഷർട്ട് ഉണ്ടെങ്കിൽ കയ്യിൽ വാച്ച് ഇടും. എല്ലാം ബാലൻസ് ഔട്ട് ചെയ്യണ ഒരു പുള്ളിയാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കണം ഇതിനെ കാണുമ്പോൾ തന്നെ, അതായത് ഇതിൻ്റെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബോഡി ലാംഗ്വേജ് മാറ്റി, അതനുസരിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കും, മയത്തിലായിരിക്കും സംസാരിക്കുക, പിന്നെ പുള്ളിയുടെ വീട് എങ്ങനെയായിരിക്കും, പുള്ളിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, കുറേ ഡിസ്കസ് ചെയ്ത് അവൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവനായിട്ട് ഇങ്ങനെ കുറേ ഡിസ്കസ് ചെയ്ത് പിന്നെ അവനൊപ്പം റിഹേഴ്സലും പരിപാടികൾ ചെയ്തിട്ട് പിന്നെ നമ്മളൊരു മീറ്റർ പിടിച്ചു. പിന്നെ ആ മീറ്ററാണ് പിന്നെ ഫുൾ സിനിമയിൽ നമ്മൾ കൊണ്ടു നടന്നത്. ഞാൻ കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു, ഒരു 80 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഭയങ്കര മെലിഞ്ഞു പൊട്ടണം എന്നുള്ളൊരു രീതിയിലായിരിക്കും. കണ്ട ആരും പറയരുത് ഇവന് ഇത്രയും ഒരു ആരോഗ്യവാനാണ്, ഫിറ്റായിട്ടുള്ള ഒരുത്തനാണെന്ന് കണ്ടാൽ പറയരുത്. നവംബറിലായിരുന്നു ഷൂട്ട്. അപ്പോൾ സെപ്റ്റംബറിൽ നാട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഒരു ജേർണി ആയിരുന്നു. വെയിറ്റ് കുറച്ചു, ഒരു 65 കിലോ ആയി. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ശരീരം മാറുമല്ലോ. അതായത് അത്രയും നാൾ പിന്നെ ജിമ്മിലൊന്നും പോയില്ല. ആ സമയത്ത് അതിന് മുന്നേ ജിമ്മിൽ പോകുമായിരുന്നു. അപ്പം പറഞ്ഞു ജിമ്മിലും പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ പയ്യെ ഒരു കൂനൊക്കെ വന്നു തുടങ്ങി. ഒരു ഫുൾ ക്രൂ സിനിമ റിലീസിന് ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കഥ കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഉറപ്പായിട്ടും ഹിറ്റ് ആവാൻ പോകുന്ന ഒരു സിനിമയാണ് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. മാത്യുവിൻ്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെയായിരുന്നു. കാരണം ഒരു ട്വിസ്റ്റാണ്. അപ്പോൾ ആ ട്വിസ്റ്റ് എന്തായാലും വർക്ക് ആവുമെന്ന് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത്രയും സസ്പെൻസും കീപ്പ് ചെയ്തിട്ടാണ് ഈ പടം റിലീസ് ചെയ്തതും. അപ്പോൾ ആ സസ്പെൻസ് പിന്നെ റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തത് കാരണം പ്രേക്ഷകർക്കൊരു ആകാംക്ഷയുണ്ട്, ഇതാരാ എന്നുള്ളൊരു സംഭവം. പിന്നെ ആ ട്വിസ്റ്റ് റിവീൽ ആയപ്പോഴും അത് ഫുൾ കൺവിൻസിംഗ്ലി ആൾക്കാർക്ക് തോന്നി. അതാരണമാണ് പടം സക്സസ്ഫുൾ ആയത്. ഈ സീരിയൽ കില്ലിംഗ് ഒക്കെ, ഈ സസ്പെൻസ് ത്രില്ലറൊക്കെ കുറേ വന്നിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും നിങ്ങളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ കാരണം എന്താണ്? ഒരു പക്കാ ഗ്രാമം, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തത് കൊണ്ടാണോ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു സെറ്റിങ് തന്നെയാണ്. അതായത് ഇതുവരെ കൊല നടക്കാത്ത ഒരു ഗ്രാമം, അതിൽ പെട്ടെന്നൊരു ദിവസം കൊല നടക്കുന്നു. അപ്പോൾ അതിൽ എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പല ഡയറക്ഷൻസും പോകാം. പക്ഷേ ഇവരൊരു പിടിച്ചൊരു ഡാർക്ക് ഹ്യൂമറാണ്. അപ്പോൾ അത് ഹ്യൂമറും വർക്കായി ആൾക്കാർക്ക്. ഈ ട്വിൻ ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് ഒരാളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കില്ല മറ്റൊരാളുടെ ബോഡി ലാംഗ്വേജ്, അങ്ങനെ ഈ ക്യാരക്ടർ മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് സെയിം എക്സ്പ്രഷനും ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് എപ്പോഴും മനസ്സിൽ വെക്കണം, അത്രേ ഉള്ളൂ. നടത്തം, നോക്കുന്ന രീതി, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ എല്ലാം അനുസരിച്ചാണ് ഫുൾ പെർഫോമൻസും ചെയ്തത്. ഈ മാസ്ക് ഇട്ട് ആണല്ലോ ഭൂരിഭാഗവും ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് ബോഡി ലാംഗ്വേജും വരണം, അതുപോലെ തന്നെ ആ മൊത്തം ആ എക്സ്പ്രഷൻ കീപ്പ് ചെയ്യണം.
അപ്പോൾ അതിലെന്തെങ്കിലും എഫേർട്ട് എക്സ്ട്രാ ഇടേണ്ടി വന്നിട്ടുണ്ടോ? ആദ്യത്തെ അവൻ ചോദിച്ചു ഇങ്ങനെ ഷൂട്ട് തുടങ്ങുന്ന മുന്നേ നിനക്ക് തന്നെ ചെയ്യണോ ആ സീക്വൻസസ്, അത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയോന്ന്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇല്ലടാ ഞാൻ തന്നെ ചെയ്യാം, കാരണം അതിനൊരു പെർട്ടിക്കുലർ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ ആ ബൂഗി മാൻ എന്ന് പറഞ്ഞ ഇതിന്. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും ജോമോൻ്റെ ഇതും, പക്ഷെ അത് കുറച്ചുകൂടെ എംഫസൈസ്ഡ് ആയിരിക്കും ബൂഗി മാൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ മൊത്തം കണ്ണിൻ്റെ കളിയാണല്ലോ, ഇപ്പോൾ അത് കണ്ണ് മാത്രം ഉപയോഗിച്ചാണ് ഒരു 75% ഓഫ് പടത്തിൽ ഞാൻ മാസ്ക് ഇട്ടിട്ടാണല്ലോ. അപ്പോൾ കണ്ണ് വെച്ച് ശരിക്കും അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ നീ നോക്കും, കാരണം നിൻ്റെ ഫുൾ എക്സ്പ്രഷൻസ് അതിലായിരിക്കും, നിൻ്റെ ക്ലോസ് ഒക്കെ കുറേ ഉണ്ടാകും കണ്ണ് വെച്ചിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഹെഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ എല്ലാം സെറ്റിലും എല്ലാം സംസാരവും സെറ്റിൽ വെച്ച് ഫിഗർ ഔട്ട് ചെയ്തു. ഞാൻ ചോദിച്ചോടെ ഞാൻ ഇത് ചെയ്തോട്ടെ, ഒന്നെങ്കിൽ എന്തെങ്കിലും പറയും അത് ഓക്കെയാണ്, അല്ലെങ്കിൽ രാഹുൽ പറയും അത് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇത് വേണ്ട, അല്ലെങ്കിൽ നീ ചെയ്താൽ നമുക്ക് എഡിറ്റിൽ നോക്കാം, അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് എഫേർട്ടായിട്ട്. അപ്പോൾ ഈ ഒരു ക്രൂ എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആളുടെ ക്യാരക്ടർ നമുക്കറിയാം, മാത്രമല്ല കുഡോസ് ടീം എല്ലാം കൂടെ ചേർന്ന് എക്സ്ട്രോവേർട്ടുകളുടെ ഒരു ടീമായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങൾ ആ സെറ്റിലുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരുന്നു അതൊക്കെ? സത്യം പറഞ്ഞാൽ എനിക്കധികം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഈ ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കണമായിരുന്നു സെറ്റിൽ. അപ്പോൾ ഇനി അഥവാ കുറച്ച് ഓവർ എക്സേർട്ടഡ് ആയിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടന്നാൽ പിന്നെ എന്തെങ്കിലും വന്നിട്ട് അത് പറ്റില്ല, ചിരിക്കേണ്ട നീ മാറിയിരുന്നെന്ന് പറയും, കാരണം ആ മൂഡ് പോലെ സീൻ്റെ. ധ്യാൻ ചേട്ടനായിട്ട് ആ ക്ലൈമാക്സ് സീക്വൻസ് മാത്രമേ ഉള്ളൂ, അതുവരെ ബാക്കിയെല്ലാം ഫുൾ ക്രൗഡിൻ്റെ ഇടയിലാണല്ലോ. അപ്പോൾ അതുവരെ ധ്യാൻ ചേട്ടൻ ഫുൾ ചിരിച്ച് ഇങ്ങനെ ഇരിക്കും, പക്ഷേ ഷോർട്ട് വരുമ്പോഴത്തേക്കും ടപ്പേന്ന് പറഞ്ഞിട്ട് ഫുൾ സീരിയസ് ആണ്. കുറച്ചുകൂടി സംസാരിച്ചത് എനിക്ക് തോന്നുന്നു സിജു ചേട്ടനായിട്ടായിരിക്കും, കാരണം നമുക്ക് ആ ഫൈറ്റ് സീക്വൻസിൽ 2 ഫുൾ നൈറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിജു ചേട്ടനൊപ്പം ശരിക്കും സംസാരിക്കാൻ പറ്റി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ കൊടുത്തു, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കാണാത്ത കുറേ പ്രേക്ഷകർ ചോദിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ ഈ ട്രെയിലറൊക്കെ കാണുമ്പോഴായാലും ടീസർ കാണുമ്പോഴായാലും മിന്നൽ മുരളിയുമായി കുറേ സാമ്യമുണ്ട്. ഇപ്പോൾ മാസ്ക് ധരിച്ച വില്ലനായാലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും എന്താണ് മിന്നൽ മുരളിയുമായിട്ടുള്ള ഈ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ഒരു സാമ്യം? സെയിം യൂണിവേഴ്സാണ്, അതായത് ഇപ്പോൾ പ്ലാച്ചിക്കാവിലാണ് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ഒരു സെറ്റിംഗ് ആണെങ്കിൽ മഞ്ഞാടിക്കാട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഗ്രാമമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു ഇതുണ്ടാവും, പക്ഷെ ഇപ്പം എന്തായാലും ഫോക്കസ് ഇപ്പം അതിന് പുതിയൊരു അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ജാമ്പി. അതൊരു വേറൊരു ഗ്രാമം, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രാമങ്ങൾ നടക്കുന്ന ഒരു പരിപാടികളാണ്. എന്നിട്ട് അതെല്ലാം അവസാനം ഒരുമിച്ച് വരണം. എഴുതിയപ്പോൾ തന്നെ ഇങ്ങനെ മാസ്ക് ഇട്ടൊരു ഇതാണെന്നുള്ളൊരു കഥയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസൈൻ ഇത് തന്നെയായിരുന്നു പണ്ടേ ഉറപ്പിച്ചതായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇൻട്രോ കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, എവിടെയൊക്കെയോ കണ്ടു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അത് പരസ്യ ചിത്രങ്ങളിലൂടെ തന്നെയാണ് അല്ലേ? ഏകദേശം ഒരു 60ഓളം പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണ് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഒരു കാപ്പിക്ക് പറ്റിയ കാലാവസ്ഥ. ഓക്കെ. ഹുണ്ടായ് എക്സ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓപ്പോ ചിത്രങ്ങളിലൊക്കെ ഒട്ടുമിക്ക ചിത്രങ്ങളും ഈ നായകനായിട്ട് അഭിനയിച്ചിട്ട് അതിനുശേഷം വില്ലനായിട്ട് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കിനും ഈ പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ മാത്യുവിനെ അറിയാവുന്നവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് അമ്മയായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ഇതാണത്, ഈ കൊലയും പരിപാടിയൊന്നും വേണ്ട, നീ കുറച്ചുകൂടി നല്ലൊരു മെസ്സേജൊക്കെ ഉള്ള പടങ്ങളിലൊക്കെ അഭിനയിക്കണം. പക്ഷെ നമുക്ക് കിട്ടിയ ചാൻസ് ഇതായതായിരുന്നു, ചെയ്തത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ കിട്ടണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ആക്ടിങ് ഇഷ്ടമുള്ള ആരെങ്കിലും ആരിലുണ്ടോ? അച്ഛൻ, അമ്മ, ചേട്ടൻ അങ്ങനെ ആരുമില്ല ചേച്ചി, ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതെ. മലയാളത്തിലേക്ക് കന്നി കാൽവെപ്പ് വളരെ ഗംഭീരമായ ഒരു കാൽവെപ്പ് തന്നെയാണ് അല്ലേ? ഫ്രണ്ട്സിന്റെ ഭാഗത്തുള്ളൊരു പ്രതികരണം ഒക്കെ എങ്ങനെയാണ്? എല്ലാവർക്കും സന്തോഷം. ഫ്രണ്ട്സ് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ കസിൻസ് ആണെങ്കിലും ഞാൻ കസിൻസിനൊപ്പം പടം കണ്ട്, അപ്പോൾ അവർ 2ാമത് തവണ പോയി കണ്ടപ്പോഴത്തേക്കും അവർ കുറേയൊക്കെ നോട്ട് ചെയ്തു, ഇത് നീ ചെയ്യണേ സ്ഥിരം പരിപാടിയാണ്, അതിനി ചെയ്യല്ല, അത് മാറ്റി പിടിക്കുക. അവരും ക്രിട്ടിക്കലാണ്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവാണ്. ഈ ഒരു അഭിനയം വരുമ്പോഴത്തേക്ക് അവർ ശരിക്കും വീക്ഷിച്ച് കാണണം ഫുൾ പരിപാടി. സിനിമയിലെ ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ അത്രമാത്രം സ്വാധീനിക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ ആണല്ലോ നമ്മളെ സിനിമകളൊക്കെ കണ്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് അവരെ പോലെയൊക്കെ ആക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? നായകന്മാരുടെ ക്യാരക്ടേഴ്സാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് മോഹൻലാൽ സാറിൻ്റെ സ്ഫടികം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസാണ്. പിന്നെ കിരീടം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള പെർഫോമൻസാണ്. പിന്നെ മമ്മൂട്ടി സാറിൻ്റെ ന്യൂഡൽഹി ഭയങ്കരമായിട്ട്, മതിലുകൾ, ഇതെല്ലാം ശരിക്കും അവരുടെ കരിയറിൽ ചെയ്തിട്ടുള്ള ഭൂരിഭാഗത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും, പിന്നെ ഫഹദ് ഫാസിൽ സാറിൻ്റെ ക്യാരക്ടേഴ്സ് ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണല്ലോ നമുക്കൊരു ഇത് വരണേ, എനിക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ എനിക്കിത് ട്രൈ ചെയ്യണം. ഇവരാണ് ശരിക്കും ഒരു നമ്മുടെ ഒരു മലയാളത്തിലുള്ള മിക്ക നടന്മാരും
വണ്ടർഫുൾ ആക്ടേഴ്സാണ് ക്യാരക്ടേഴ്സും. ഇപ്പോൾ സുരാജ് ഏട്ടനാണെങ്കിലും എല്ലാവരും. അപ്പോൾ അപ്പോൾ അവരെല്ലാവരും ശരിക്കൊരു ഇൻസ്പിറേഷനാണ്. ഇനി അതിന് നേരെ വിപരീതമായിട്ടൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വില്ലൻ ക്യാരക്ടർ ഏതാണ്? ഒന്ന് വിധേയിലെ മമ്മൂട്ടി സാർ ചെയ്ത ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു, പാലേരി മാണിക്യം. പിന്നെ ഈ അടുത്ത് ഞാൻ കണ്ടത് പ്രകാശ് വർമ്മ സാറിൻ്റെ ഹലോ, അതിനെ കണ്ടവർക്കാർക്കും മറക്കാൻ പറ്റാത്തത്ര ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു. അതും പുതിയൊരു ആക്ടർ സാറിൻ്റെ ഫസ്റ്റ് പടത്തിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാന്ന് പറഞ്ഞ ഒരു മോണിമെന്റൽ സംഭവമാണ്. അതൊരു അടിപൊളിയാണ്. പിന്നെ മിന്നൽ മുരളിയിൽ ഗുരു സാർ ചെയ്ത റോളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്ര ഇമോഷനും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരു വില്ലന്റെ ക്യാരക്ടർ അല്ലേ? മറ്റേ ഇതിൽ തുടരും നോക്കുകയാണെങ്കിൽ വെറുക്കും, ഇതിലാണെങ്കിൽ നമുക്ക് പാവം തോന്നുമല്ലോ. ഇപ്പോൾ മിന്നൽ മുരളിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഗുരു സാറിന് പാവം തോന്നും, പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ജേർണി നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ റിലേറ്റബിൾ ആണ് കുറച്ച് ഇമോഷണലി. അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതൊക്കെ ആട്ടോ. ഈ ആക്ടിങ്ങിനൊക്കെ പുറമെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹോബീസ് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യത്തിന് വരയ്ക്കാൻ ഇഷ്ടമാണ്. പിന്നെ വായിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏത് ജോണറിലാണ്? ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ, എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ഫിക്ഷൻ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ ചില ആൾക്കാരുടെ ഇപ്പോൾ ഗ്രീൻ ലൈറ്റ്സ്, മാത്യു മക്കവാനയുടെ ഒരു ബുക്കുണ്ട് നോൺ ഫിക്ഷൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഇപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന അയൻ റാൻഡിൻ്റെ ഫൗണ്ടൻ ഹെഡ് എന്ന് പറഞ്ഞ ബുക്കാണ്. അത് നല്ലൊരു ശരിക്കും ആർട്ടിസ്റ്റിനെ ഒരു ആർക്കിടെക്റ്റിനെ പറ്റിയുള്ളൊരു കഥയാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ ആ ഒരു പൊസിഷനിൽ ശരിക്കും കാണാൻ പറ്റും. അതായത് അവർ ആർക്കിടെക്ട്സും ഒരു ആർട്ടിസ്റ്റാണല്ലോ, അപ്പോൾ അവരുടെ ഒരു ജേർണിയും നമുക്കൊരു റിലേറ്റബിലിറ്റി ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ആക്ടിങ് സാറ് പറഞ്ഞ് ആ ബുക്കൊന്ന് നീ വായിച്ച് നോക്കുക, അപ്പോൾ നിൻ്റെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ആക്ടിങ് ശരിക്കും മാറ്റാൻ അല്ലെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഒരു കാഴ്ചപ്പാട് തരണ ഒരു ബുക്കാണ്. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുക, നല്ലൊരു ബുക്കാണ്. ഇപ്പം നമ്മുടെ ഒക്കെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. അതിൽ ആ കുറേ ആളുകൾ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുവാനുള്ള ഒരാൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ചിലപ്പോൾ അവരായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ പേരൻസ്. എൻ്റെ പേരൻസ് ഭയങ്കര അപ്പനും ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പിന്നെ പറയാൻ ചേട്ടൻ്റെ ഒരു ജേർണി ഉണ്ട്. അപ്പോൾ അതും ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു വർക്ക് എത്തിക്, ഇവരുടെ ഒരു ആൾക്കാരോടുള്ളൊരു സമീപനം, ഇവരുടെ അതായത് എന്നെ എങ്ങനെ വളർത്തിയിരിക്കണോ അതൊക്കെ ശരിക്കും സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ ആസ് പീപ്പിൾ എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മൾ വളർന്നു വരുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങണേ, ആ ഒരു മെച്യൂരിറ്റി ഒക്കെ നമുക്ക് വരണേ. അപ്പോൾ ഇവരാണ് ശരിക്കും എൻ്റെ ഒരു റോൾ മോഡൽസ്, അപ്പനും ചേട്ടനും. ഇവരില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ആസ് എ ഹ്യൂമൻ ബീങ് അവർ ശരിക്കും എന്നെയും ചേട്ടൻ നല്ലൊരു രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഓരോ ആൾക്കടുത്ത് പെരുമാറുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. പിന്നെ അവരായിട്ടിപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പണ്ടൊന്നും മനസ്സിലാവില്ലായിരുന്നു ചെറുപ്പകാലത്തിലൊക്കെ. പക്ഷെ പിന്നെ വയസ്സായി തോറും നമ്മളും ശ്രദ്ധിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ. അപ്പോഴത്തേക്കും അവരാണ് ശരിക്കും എന്നെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളർന്നു വരുമ്പോൾ നമ്മൾ ഈ അടുത്തിടെ കുറേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, മെച്യൂരിറ്റി കറക്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പേരൻസിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാകും. എസ്പെഷ്യലി അമ്മ ഒരു ഹൗസ് വൈഫ്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ അമ്മ ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ വരുമ്പോഴത്തേക്കും, സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ ബോംബെ നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഫുൾ വീട് നോക്കണത്, അതായത് കുക്കിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് അപ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെ ഓരോരോ ഘട്ടത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ മനസ്സിലാവും ഒരു മൊത്തം കുടുംബത്തെ ഇങ്ങനെ സ്വന്തം അമ്മ ഇങ്ങനെ നമ്മൾ നോക്കി നടത്തണം, ഒരു കുറച്ചിലില്ലാണ്ട് എന്നുള്ളൊരു റിയലൈസേഷനൊക്കെ ഇങ്ങനെ പയ്യെ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്കാണ് അമ്മ 3 പേരെ നോക്കിയിരുന്നത്. അതെ. അപ്പോൾ അത് പിന്നെ ഭയങ്കര ഒറ്റപ്പെടലാണല്ലോ സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഞാൻ ചേട്ടൻ അപ്പൻ ഇപ്പോൾ ജോലിക്ക് പോകാമെന്ന് വെച്ചോ, അമ്മ തന്നെയാണല്ലോ വീട്ടിൽ, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി കാത്തിരിപ്പാണ്, ഇവരെപ്പോഴും എപ്പോൾ വരും, അപ്പോൾ അതിന് വേണ്ടിയുള്ള പാചകങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു കാത്തിരിപ്പാണ്. പിന്നെ ഭയങ്കര ഐസൊലേഷൻ ആണല്ലോ. കാരണം ഒരു 6 ദിവസവും ഞങ്ങൾ 3 പേര് വീട്ടിലുണ്ടാവില്ല ഒരു സമയം വരെ, എന്നിട്ടേ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു സമയം എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ബോംബെ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ പയ്യെ നമുക്ക് രജിസ്റ്റർ ആയി തുടങ്ങും. ശരിക്കും വീട്ടിൽ നിന്ന് മാറി നിന്നാലേ അതിൻ്റെ ഇത് മനസ്സിലാവും. തീർച്ചയായിട്ടും, എന്നാലേ ജീവിതം പഠിക്കുള്ളൂ നമ്മൾ. ഇപ്പോൾ മാത്യു സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് ബോംബൈ എന്നുള്ളത്. ഇപ്പോൾ സംവിധായകരായാലും ഭൂരിഭാഗം നടന്മാരെ ആയാലും അവരെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഓരോരോ നഗരങ്ങളുണ്ടാവും. ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും അതുപോലെ തന്നെ മാത്യുവിനെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഒരു നഗരമാണോ ബോംബെ? തീർച്ചയായിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ ബോംബെ ഉണ്ട്, പിന്നെ ഞാൻ
കൊല്ലത്ത് TKM പഠിച്ച സമയം ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു സമയം ഗവൺമെൻറ് കോളേജ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് നമ്മൾ അവരുടെ ഒപ്പം നമ്മുടെ ഫ്രണ്ട്സായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്റ്റലിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് പയ്യെ പയ്യെ മനസ്സിലാക്കി തുടങ്ങണേ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതായത് കാശിൻ്റെ വില അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഇതെല്ലാം നമുക്ക് അമ്മയുടെ കുക്കിംഗ് അല്ലെങ്കിൽ അമ്മയുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ തിരിച്ച് അവർ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് ഒരിക്കലും ഹോസ്റ്റൽ ഫുഡിൽ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ആ ഒരു ബോംബെയിൽ പോയ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറേ ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. ബോംബെയിൽ എക്സ്പെൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ഈ പരസ്യം കിട്ടുന്ന കാശ് വെച്ചായിരിക്കും റെൻ്റ് അടയ്ക്കാൻ പറ്റുക, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പറ്റുക, പിന്നെ ഭക്ഷണം മേടിക്കാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അതോടൊപ്പം ചില സമയത്ത് ആസ് എൻ ആക്ടർ നമുക്ക് അടുത്ത മാസം ചിലപ്പോൾ വർക്ക് കിട്ടണമെന്നില്ല. കാരണം എല്ലാം കാസ്റ്റിങ്ങിൻ്റെ ഒരു ഓഡിഷൻ പ്രോസസ്സ് വഴിയാണ് ക്രാക്ക് ചെയ്യണത്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ സേവിങ്സ് എന്തെങ്കിലും ഉണ്ടോ, ആ സേവിങ്സ് വെച്ച് അടുത്ത മാസം പോകണം. അങ്ങനത്തെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ശരിക്കും ബോംബെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബോംബെ ഭയങ്കര ഒരു ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്. അതായത് എന്തിനും ഏതിനും ഒരാളിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാനല്ല, ഒരു 10 ആൾക്കാരുണ്ടാവും നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ എഡ്ജിലായിരിക്കണം എല്ലാ വർക്കിനും. ഇപ്പോൾ ഓഡിഷൻസ് ആയാലും അത്രയധികം ആക്ടേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ ഇത്ര നേരം നടന്നു, ചെറുതായിട്ടൊന്ന് ഇരിക്കണം എന്നൊക്കെ തോന്നില്ലേ? പിന്നെ എനിക്ക് ചെറുതായിട്ട് ഉൾവിളിയൊക്കെ കിട്ടുന്ന ആളാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ മലയാള സിനിമയിൽ എനിക്കിനി മുന്നോട്ടൊരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ ഇന്ന ക്യാരക്ടർ വേണം എന്ന് അങ്ങനെ പ്രത്യേകം ആഗ്രഹമുള്ള ഒരാളാണോ മാത്യു? ഇല്ല, ഏത് ക്യാരക്ടർ കിട്ടിയാലും ഹാപ്പി ആയിരിക്കും. വില്ലൻ പരിപാടി ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടിയാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഇതല്ലാണ്ട് വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഇൻഡസ്ട്രി. ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ എഴുത്ത് അത്രയധികം അടിപൊളിയാണ്. അപ്പോൾ അത് അത്രയധികം സിനിമകൾ വരുന്നുണ്ട്, കുറേ പുതിയ റൈറ്റേഴ്സ് വരുന്നുണ്ട്, ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കുറേ അധികം ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സ് ഏത് കിട്ടിയാലും ഹാപ്പിയാണ്. പക്ഷേ ഇനി വില്ലൻ പരിപാടി പിടിക്കണമെന്നൊന്നും കൂടെ ആലോചിക്കും, കാരണം അമ്മ വീട്ടിൽ കയറ്റില്ല, അതുകൊണ്ടാണ്. അതെ, അതെന്തായാലും ഉണ്ട്. അപ്പോൾ എന്നെ ചാലഞ്ച് ചെയ്യണ, എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോകണ ഏത് ക്യാരക്ടേഴ്സും ചെയ്യാൻ താല്പര്യമാണ്, ആഗ്രഹമുണ്ട്. അപ്പോൾ മാത്യുവായിട്ട് സംസാരിച്ച് എനിക്ക് മതിയായില്ല. പക്ഷേ നമുക്ക് സമയപരിമിതി മൂലം നമുക്ക് ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോട്, മാതൃഭൂമി പ്രേക്ഷകരോട് മാത്യുവിന് ജോമോൻ എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ വളരെയധികം നന്ദി നമ്മുടെ പടമായ ഡിറ്റക്റ്റീവ് കൊച്ചിനെ വിജയിപ്പിച്ചതിൽ. തിയേറ്ററിൽ കണ്ട ആൾക്കാർ ഇനി കാണാത്തവരെ പടത്തെപ്പറ്റി അറിയിക്കുക. നമ്മുടെ പടം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പടം കാണുക, നമ്മുടെ പടത്തെപ്പറ്റി ചർച്ച ചെയ്യുക, നമ്മുടെ പടത്തെ ഇനിയും കുറേ ആൾക്കാരിൽ എത്തിക്കുക. സോ താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഇനിയും നല്ല നല്ല റോളുകളിൽ ഞങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.